പക്ഷെ ഇക്ക അങ്ങനെ താഴാതിരിക്കാനായിട്ട് ഇക്കയുടെ ജേർണി നോക്കിക്കഴിഞ്ഞാൽ ആ താഴ്ചയിൽ നിന്നും മേളിലേക്കാണ് ഗ്രാഫ് എന്നും വന്ന് നിൽക്കുന്നത്. ഒരിക്കലും അത് താഴത്തേക്ക് പോവാതിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇക്ക എപ്പോഴും ബോധത്തോടെയും മറ്റുള്ളവരുടെ ഇപ്പം ഇക്ക പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ആ യാത്ര കണ്ടിട്ട് ആ മിസ്റ്റേക്കുകൾ തൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഇക്ക ഒരിക്കലും എൻ്റെ ഒരു യാത്ര താഴത്തേക്ക് പോവാതിരിക്കാനായിട്ട് മുറുകെ പിടിക്കുന്ന തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഇന്നും ഇക്കടെ യാത്ര മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം വരാണ്ട് മനുഷ്യന്. മനുഷ്യൻ ചെയ്ത എന്താ പറയുക, പ്രവൃത്തിയുടെ സംഭവമാണോ എന്നോ അല്ലെങ്കിൽ വേറെന്തോ എന്നറിയില്ല, അല്ലെങ്കിൽ മുൻകാലത്തെ സംഭവം എന്നറിയില്ല. ഒരു ലെഫ്റ്റ് പോണത് റൈറ്റ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുണ്ടിലായിരിക്കും. എത്രയോ ബിൽഡിങ്ങുകൾ ആൾക്കാർ കേരളത്തിൽ നിങ്ങൾ വെറുതെ കിടക്കുന്നുണ്ട്, പൂർത്തിയാക്കാൻ പറ്റാത്ത. എത്രയോ ആയിരക്കണക്കിന് ലാൻഡുകളിലെ ആൾക്കാരെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ചില ഫോണുകളൊക്കെ നമുക്ക് വരുമ്പോൾ അവരെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഉഷാറായിരിക്കും, പക്ഷെ അവർക്ക് ആ പ്രോപ്പർട്ടി വിൽക്കാൻ കഴിയാത്ത പ്രയാസപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ രമ്യ പറഞ്ഞത് നമ്മൾ കുതിച്ചുയരുക തന്നെയാണ്, പക്ഷേ എപ്പോഴും എന്തും ബന്ധങ്ങൾ നഷ്ടപ്പെടാം. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു ബന്ധമുള്ള ആൾക്കാർ അന്ന് തെറ്റാം, വാക്കുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഡീലുണ്ടാവില്ല, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. ഇതൊക്കെ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് പുതിയ ജനറേഷൻ നോക്കിക്കാണണം. കാരണം ആദ്യകാലത്തുള്ള ആൾക്കാർക്ക് സംഭവിച്ച ജ്യേഷ്ഠന്മാർ ചെയ്യുന്ന ബിസിനസ്സിലാണെങ്കിലും പാർട്ട്ണർമാർ തമ്മിലാണെങ്കിലും ആ ഒരു ചേർച്ചില്ലായ്മ വരുമ്പോൾ പെട്ടെന്ന് പിരിയുക. ചേർച്ചയോടെ ആണെങ്കിൽ കുറേ കാലം മുന്നോട്ട് പോവാം. പിന്നെ ഒത്തൊരുമിച്ച് കൂടുന്ന കുടുംബങ്ങളായിരിക്കും. അപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ അവരൊക്കെ ആ കുട്ടികളൊക്കെ മാനസികമായിട്ട് പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ താഴെ പോവില്ല എന്ന് ഞാൻ പറയുന്നില്ല, എപ്പോഴും എന്തും സംഭവിച്ചുകൊണ്ടേ കേരളം കണ്ടിട്ടേ ഉള്ളൂ. നമ്മൾ ചില ആൾക്കാരെയും കുടുംബത്തിനെയും നിങ്ങൾ ചില വ്യക്തികളെ എല്ലാം കണ്ടുള്ളൂ. എല്ലായ്പ്പോഴും എല്ലാം ഒരാൾക്കുണ്ടാവില്ല. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു മരുന്ന് ഞാൻ പറഞ്ഞിട്ട് നിർത്താം ഭാഗം, എളിമത്തം. കയ്യിൽ സ്റ്റോക്ക് വെക്കുക, തീർന്നാൽ പമ്പ് ചെയ്ത് കയറ്റുക, എളിമയോടുകൂടി ജീവിക്കുക. പിന്നെ എളിമ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് നമ്മൾ കച്ചവടത്തിന് പോകുമ്പോൾ ചിലപ്പോൾ ഹെലികോപ്റ്റർ കൊണ്ടുപോകേണ്ടി വരും, ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യേണ്ടി വരും, സൈക്കിളിൽ പോകേണ്ടി വരും. അത് നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ ഡ്രസ്സിങ്, ചില സ്ഥലത്തേക്ക് നമ്മൾ രാവിലെ ഡ്രസ്സ് നടക്കുമ്പോഴിടണം, ഉച്ചയ്ക്കൊന്ന് മാറ്റും, വേറെ നാൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഒന്ന് മാറ്റും. അതൊരു മനുഷ്യൻ്റെ ഒരു അത്യാവശ്യ അതുമാതിരി നമ്മുടെ റിയൽ എസ്റ്റേറ്റിൽ ചില ഡ്രസ്സുകളിലും വാഹനങ്ങളിലും ചില സ്ഥലത്ത് പോകേണ്ട രീതിയും ചിലതിന് നമ്മൾ എന്ത് ചെയ്യണം, പോയേ പറ്റൂ. ഒരു കാര്യം കൂടി ഞാൻ ഇത് കാണുന്ന കുട്ടികളോട് പറയാം. ചില ഡീലുകൾ സംസാരിക്കുമ്പോൾ ഒറ്റയടിക്ക് ഈ വാട്സപ്പ് കോളിലൊക്കെ ആണെങ്കിൽ അത് വേണ്ടാന്ന് പറയും. പക്ഷെ അത് നേരിട്ട് പോകുമ്പോൾ ഇതേമാതിരി കുറേ. ഇപ്പോൾ രമ്യ ഞാൻ ഫോൺ ചെയ്തു, ഒരു ഡീല് സംസാരിച്ചു. രമ്യ, നിങ്ങൾ ഇന്ന സാധനം ഇൻവെസ്റ്റ് ചെയ്യാൻ, ഞങ്ങൾ ദുബായിലൊരു ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലാൻഡ് എടുക്കണോ, ഇല്ല എനിക്കിപ്പോൾ അപ്പോൾ നിങ്ങൾ വേറെ മൂഡിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒറ്റയടിക്ക് ഒരു മറുപടി തരും, ഇപ്പോൾ വേണ്ട, സോറി ഇട്ട് പറഞ്ഞു, കഴിഞ്ഞു. പക്ഷെ അതേ സമയത്ത് രമ്യ ഇരിക്കുന്നത് ഗുജറാത്തിലാണ്, അഹമ്മദാബാദിലാണ്. രമ്യ, എനിക്കൊരു ടൈം തരും, ഞാനൊന്ന് അഹമ്മദാബാദിൽ വരട്ടെ, ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ബോംബെ അഹമ്മദാബാദ്. രമ്യനെ കണ്ടു. ആ രമ്യ, എന്തൊക്കെയാണ് വർത്താനം, സുഖമല്ലേ? എന്തേ വന്ന് നേരിട്ടിട്ട്? അല്ല, ആദ്യം കുടുംബകാര്യങ്ങളും ഇതൊക്കെ നേരിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ രമ്യ നല്ല മൂഡിലായിരിക്കും. എന്നാൽ പിന്നെ നോക്കാം, ആ ബിസിനസ് നമുക്ക് ചെയ്യാട്ടോ എന്ന് രമ്യൻ്റെ അടുത്ത് ഒരു മറുപടി കിട്ടിയെന്ന് വരും. അപ്പോൾ ചില സ്ഥലത്തേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് പോകണം. അവിടെ മടി കാണിക്കരുത്, അവിടെ എക്സ്പെൻസ് നോക്കരുത്, അവിടെ ടിക്കറ്റ് നോക്കരുത്. അവിടെ നേരിട്ടിട്ട് കച്ചവടം കിട്ടിയാൽ പിന്നെ ഈ ഒരു കാര്യം എന്താ വെച്ചാൽ, പൈസ കിട്ടുമെന്ന് കരുതിയിട്ട് നമ്മളൊന്നും പണിയെടുക്കരുത്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലാണ് നമ്മുടെ പൈസ. ഈ അങ്ങനെ ഇപ്പം തന്നെ പൈസ കിട്ടണം, അല്ലെങ്കിൽ ഒന്ന് കൂടെ വന്നാൽ പൈസ കിട്ടണം. ഞാൻ എന്താ പറയുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില ആൾക്കാർ. ഒരാളെ കൂടെ പോകുമ്പോൾ
അയാൾക്ക് പോയിനെന്തെങ്കിലും പൈസ കിട്ടണമെന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിലായോ? ആ സംഗതികൾ എവിടെയായിരുന്നു അയാൾ, എവിടുന്ന് പറ്റി, ഇപ്പം എത്ര ബന്ധങ്ങളുണ്ട്, ഇപ്പം എത്ര ഫോൺ നമ്പർ ഉണ്ടെന്നൊന്നും മനസ്സിലാക്കില്ല. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അവർ പൈസ എന്ന് പറയും. അവിടെ നോക്കരുത്. ബന്ധങ്ങൾ ബിൽഡ് ചെയ്ത് വരണം. ഇന്നിപ്പോൾ എത്ര ആളെ പരിചയപ്പെട്ടു, അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അപ്പോൾ അത് ബിൽഡ് ചെയ്യൽ ഒരു മണി തന്നെയാണ്. അതോ മണി മേക്കിംഗ് മാതിരിയാണ്. ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലേ? അവിടെ ഒരു സ്റ്റോപ്പ്. ഇതിൻ്റെ റോ മെറ്റീരിയൽ എന്താ? റിയൽ എസ്റ്റേറ്റിൻ്റെ റോ മെറ്റീരിയൽ എന്താ? ബന്ധങ്ങൾ അല്ലേ? അത് ഡെയിലി ചിരിച്ച് കളക്ട് ചെയ്യണ്ടേ? എന്നിട്ട് അതിന് വരുമ്പോൾ പൈസ വേണമെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് എന്ത് പറയും? മനസ്സിലായി? അപ്പോൾ അങ്ങനെ ചില ആൾക്കാർ പിന്നെ നമ്മൾ ഈ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോൾ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരു രമ്യ. ചില ആൾക്കാർ വരുമ്പോൾ അവർ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ പോക്ക് എങ്ങോട്ടാന്നുള്ളത്. അതെന്താണെന്നറിയോ? അത് കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പോയി പഠിച്ചതല്ല, മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഉണ്ടായി പഠിച്ചൊരു അറിവാണ്. തെറ്റില്ലാന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ റോ മെറ്റീരിയൽ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളിൽ നിന്നാണ് റിയൽ എസ്റ്റേറ്റ് ഉരുത്തിരിയുന്നത്. അതെപ്പോഴും നമ്മൾ ഡെയിലി ഇപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ രമ്യയും ഞാനിപ്പോൾ ഒരു ബോഗിയിൽ പോവുകയാണെന്ന് വിചാരിച്ചോളൂ കോഴിക്കോട്ടേക്ക്. അപ്പോൾ രമ്യൻ്റെ ഞാനും ഇങ്ങനെ ഇരിക്കും, ടൈറ്റായിട്ടിരിക്കും. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കില്ല. ഹായ്, എവിടെ വീട്? അപ്പോൾ രമ്യ നേരെ ആദ്യം ഒന്ന് അല്ല എവിടെ വീടെന്ന് ചോദിച്ചിട്ട് അപ്പോൾ രമ്യ ഞാൻ ഇന്ന സ്ഥലത്ത് വീട്, ഇന്ന ആളെ വയ്ക്കുക. ഓ, ഇന്ന നിഖിലിൻ്റെ വൈഫാണല്ലേ? ആ കണ്ടോ? അവിടെ അതിൽ നിന്ന് ബിസിനസ് പൊട്ടി പുറപ്പെടാം. അല്ലെങ്കിൽ ഇന്ന ആളൊരു ആവശ്യമുണ്ട്, എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു സാധനം കൊടുക്കാണ്ടിട്ട്, അതിൽ നിന്നൊക്കെ നമുക്ക് ഓരോന്ന് കളക്ട് ചെയ്യാം. ഒരു ബന്ധത്തിൽ നിന്ന് ഒരു ലിഫ്റ്റിൽ നിന്ന് ഒരു അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ മേലെ 0-ന്ന് 5-ലെത്തിയപ്പത്തിന് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. പിന്നെ അരമണിക്കൂർ കൊണ്ട് അയാളായിട്ടൊരു കച്ചവടം. അപ്പോൾ ഒരു സംസാരപ്രിയനായെങ്കിൽ മാത്രമേ ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഒരു പരിധിക്ക് ആൾക്കാരായിട്ട് ഒന്ന് സംസാരിക്കുന്നതും ചിരിക്കുന്നൊക്കെ ഒരാളായിരിക്കണം. അല്ലെങ്കിൽ മസിൽ പിടിച്ചിരുന്നാൽ കാര്യമില്ല. ഇതിൽ പല ടൈപ്പ് ആൾക്കാരുണ്ടെന്ന്. ഒരു കാര്യം പറഞ്ഞ പിന്നെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് 2002 ഒരാൾ എന്നോടൊരു കാര്യം വിൽക്കാൻ പറഞ്ഞു. അയാൾ 3-4 വട്ടം എന്നോട് പറഞ്ഞു, നിന്നോട് ഞാൻ കുറേ ആയിട്ടില്ല പറയുന്നത് വെച്ചാൽ എന്നോട് ചൂടായി. ഈ വിൽക്കാൻ തരാമെന്ന മുതൽ പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ആരാ? അപ്പോൾ പല സ്വഭാവക്കാരും പല ടൈപ്പ് ആൾക്കാരും ഇതിലുണ്ട്. അവരൊക്കെ മാനേജ് ചെയ്ത് വരുമ്പോൾ നമുക്കിതിൽ ലൈഫിലൊരു അറിവ്, വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് രമ്യ. അത് വലിയൊരു അറിവാണ് ഇത് കിട്ടുന്നത്, ചെറിയ അറിവല്ല.